أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. സ്റ്റേജിൽ ഉപവിഷ്ടരായ സാദാത്യങ്ങളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, SIS കാസർഗോഡ് ജില്ല നടത്തുന്ന താജുലുലമ അനുസ്മരണവും അതോടൊന്നിച്ചുള്ള ആദർശ സമ്മേളനവുമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് ഭംഗിയായി സന്തോഷിച്ച് ഒരു ബുദ്ധിമുട്ട് കൂടാതെ റാഹത്തായി കാണാൻ തോഫീക്ക് ചെയ്തു തരട്ടെ. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു പ്രാസംഗികനല്ല, ഒരു വയലനല്ല. ഞാൻ 35 വർഷം മലേഷ്യയിൽ ഉള്ള കാരണത്താൽ സുന്നതത്തിന്റെ പ്രവർത്തനത്തിൽ ഒന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എനിക്കിപ്പോൾ അൽഹംദുലില്ലാഹ് 2 വർഷമായി കേരളത്തിൽ വന്നിട്ട് അന്ന് മുതൽ ഇന്ന് വരെ സുന്നതത്തിന്റെ പ്രവർത്തനത്തിൽ അർജോണിച്ച് വിശ്വസിച്ചുകൊണ്ട് AP ഉസ്താദിന്റെ കൂടെ തന്നെ നിൽക്കാൻ അവസരത്തിൽ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നോക്കുന്നത് ആക്രമമോ ഒരു വല്ല ഉദ്ദേശങ്ങളോ ഒന്നുമല്ല. നമ്മളെ സുന്നതമായത്ത് നേരായ വഴിക്ക് നേരെ പോവുക എന്നതാണ് തത്വം. അതാണ് എന്റെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ പഠിച്ച പാഠം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ ഉള്ള കാലത്തോളം മുസ്ലിം ലീഗ് ഒന്നായിരുന്നു. അവർ മരിച്ചപ്പോൾ രണ്ടായി. അവർ ഉള്ളപ്പോൾ സമസ്ത ഒന്നായിരുന്നു. അവർ മരിച്ചപ്പോൾ രണ്ടായി. ഇപ്പോൾ ഞാൻ സമസ്തന്റെ കൂടെ ഉള്ളത് AP അബൂബക്കർ ഉസ്താദിന്റെ കൂടെയാണ്. ഇൻഷാ അല്ലാഹ് എന്റെ ഹയാത്ത് വരെ ഞാൻ അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ കൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, ഞാൻ എവിടെയും ആര് വിളിച്ചാലും പോകാതിരിക്കില്ല. ഏത് സ്ഥലത്തും ഞാൻ ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്കെല്ലാ പത്രത്തിൽ കൂടിയും മറ്റുള്ള വാർത്തകൾക്കെല്ലാം അറിയാൻ സാധിക്കുന്നുണ്ടാവും. അതിന്റെ ഇടയിൽ ചില കുസൃതികൾ ആരോ ഒപ്പിച്ചു വെച്ചതല്ലാതെ വേറെ ഒന്നുമല്ല. ഞാൻ സുന്നതമായത്തിന്റെ പ്രവർത്തനത്തിൽ AP ഉസ്താദിന്റെ കൂടെ തന്നെയാണ്. ആർക്കും ഒരു തകരാറും വേണ്ട. അതിനെ ആര് വിളിച്ചായിട്ട് പോവുകയില്ല. ഞാൻ നിങ്ങളുടെ കൂടുതൽ നിൽക്കുകയുള്ളൂ എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പാകെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് പിതാവ് എങ്ങനെ കാണിച്ചത് ആ വഴിയെ കുറിച്ച് തന്നെ പോകാനാണ് എന്റെ ഭാവം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പിതാവ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ മരിക്കാൻ 1973 മക്കാവിൽ നിന്ന് മരിക്കുന്ന സമയത്ത് അന്നുള്ള ആ സക്രാത്ത് സമയത്ത് ആലിമീങ്ങളോടും രാഷ്ട്രീയ നേതാക്കന്മാരോടും എല്ലാം പറഞ്ഞ ഒരു വാക്കാണ്, എന്തെന്ന് നമ്മുടെ സമുദായം ഭിന്നിക്കരുത്, ഒന്നിക്കണം. നിങ്ങൾ ഭിന്നിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുള്ള തകരാറ് എത്രയാണെന്ന് അറിയുകയില്ല. അതാണ് ഇന്നത്തെ ഒരു കാലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ ഒന്നിച്ച് റാഹത്തായി സന്തോഷിച്ച് ഒരാക്രമണവും ഒരു രക്ഷയുള്ള ഒരു അപാകതകളും ചെയ്യാതെ സുന്നതത്തിന്റെ പ്രവർത്തനം കൂടി ഈ ഉള്ള ആലിമീങ്ങളായ ഉസ്താദന്മാരെല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ റാഹത്തായി സന്തോഷിച്ച് അവരെല്ലാം വാക്കുകൾ കേട്ട് ചെയ്യുന്നതാണ്. പഠിച്ചവനെ എന്റെ ബാപ്പ കാണിച്ച മാർഗം ഉസ്താദന്മാരെയും ആലിമീങ്ങളെ ബഹുമാനിച്ചിട്ടാണ് ജീവിച്ചത്. അത്രയും കാലം എന്ത് സംഗതി ഉണ്ടെങ്കിലും ആലിമീങ്ങൾ ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. ആലിമീങ്ങൾ എന്ത് പറയുന്നു അത് കേട്ട് ചെയ്യും. അതേമാതിരി തന്നെ എനിക്ക് എന്തെങ്കിലും എവിടെങ്കിലും പോകണമെന്നോ അല്ല വേറെ എന്തോ ഉദ്ദേശമുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ ആ തെറ്റ് തിരുത്താൻ ഞാൻ ആലിമീങ്ങളോട് ചോദിച്ചിട്ട് അത് തെറ്റ് തിരുത്തുന്നതാണ്. അല്ലാതെ എന്റെ സ്വന്തം ബുദ്ധികൊണ്ട് ഞാൻ ഒന്നും ചെയ്യുകയില്ല. അതാണ് എന്റെ വിശ്വാസം. പ്രത്യേകിച്ച് എന്നെ പഠിപ്പിക്കുന്നത് ഈ ആലിമിനെയും മുത്താലിം കുട്ടികളെയും ബഹുമാനിക്കണം. എന്നാൽ നമുക്ക് ഹൈറായി തീരും. ആ വിശ്വാസം തന്നെ എന്റെയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ മരിക്കുന്നവരെ ഈ ആദർശം തന്നെ ഉറച്ച് സുന്നതമായ പ്രവർത്തനത്തിൽ പ്രവർത്തിക്കാനും എന്നെക്കൊണ്ട് 73 വയസ്സായെങ്കിലും ഇത്രയും ഒരു സുരൂരിൽ നിന്ന് ഞാൻ ഓടി വന്ന് ഈ സംഗതിയിൽ പങ്കെടുത്തത് തന്നെ നിങ്ങളുടെ ഒരു ആമീൻ മാത്രമേ കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് പല രോഗങ്ങളുമുണ്ട്. എല്ലാ രോഗത്തിനും ശിഫയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരുന്നിനേക്കാൾ ഏറ്റവും ശിഫ നൽകുന്നത് നിങ്ങളുടെ ഒരു ആമീൻ. ആ ആമീൻ പ്രതീക്ഷിച്ചാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാഹു തആല എനിക്കും എന്റെ കുടുംബത്തിനുള്ള എല്ലാ രോഗങ്ങളും മാറ്റി സന്തോഷമാക്കി തരട്ടെ. ഈ വന്ന എല്ലാ ഓരോരുത്തർക്കും അല്ലാഹു തആല എന്തെങ്കിലും ബുദ്ധിമുട്ടും ആ ബുദ്ധിമുട്ടുകളെ തീർത്ത് സന്തോഷ റാഹത്തായി കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കി തരട്ടെ. പക്ഷേ ഇപ്പോഴുള്ള ചില സംഗതികൾ കേൾക്കുമ്പോൾ വളരെയധികം ലജ്ജ തോന്നുന്നു. ഈ 3 കോടി 4 കോടി ചെലവാക്കി ഇവിടെ വലിയൊരു സമ്മേളനം നടന്നെന്ന് പറഞ്ഞ് കേട്ടു. അതിൽ ഇന്നിപ്പോൾ കണ്ടപ്പോൾ എത്ര സന്തോഷമുണ്ട്. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു അപാകത പറഞ്ഞു അവർ പറയുന്ന വാക്കുകൾ
ഏതെല്ലാമാണ്? അത് ചെറിയ കുട്ടികളാണ് പറയുന്നത്. ആലിമ്യങ്ങളും മറ്റുള്ള സദാത്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ചെറിയ ചെറിയ ചോട്ട നേതാക്കന്മാർ പറയുന്നത് കേട്ട് അവരിങ്ങനെ ചിരിക്കുകയല്ലാതെ വേറെ ഒന്നും വയ്യില്ല. അവരെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമില്ല. ആലിമ്യങ്ങളെ നമ്മൾ കൂടെ വരട്ടെ, സന്തോഷിച്ച് ഒന്നിച്ചു അള്ളാഹു റാഹത്താക്കി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ